Hello everyone, welcome back to BA Tutorial. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് HSAക്കാർക്കുള്ള ആറാമത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റ് ആണ്. ഹിസ്റ്ററി റിലേറ്റഡ് കണ്ടന്റിലെ 3 സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നീ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ്. ശരിക്കും ഇത് 2 മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. 50 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ 3 കണ്ടൻറ്റുകളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, മെസപ്പൊട്ടോമിയയിലെ പ്രാചീന ലിപി അറിയപ്പെട്ടിരുന്ന പേര്? ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, ചിത്രലിപി, ബ്രഹ്മി. ഉത്തരം ക്യൂണിഫോമാണ്. രണ്ടാമത്തെ ചോദ്യം, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ അന്ത്യകാലഘട്ടം ഏത് ഭരണാധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു? സുമേർ, ബാബിലോൺ, ഫറവോ, കാൽഡിയൻ. ഉത്തരം കാൽഡിയൻ ആണ്. മൂന്നാമത്തെ ചോദ്യം, ആധുനിക കാലത്ത് വടക്കേ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പുരാതന സംസ്കാരം? സിന്ധു നദീതട സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഉത്തരം സിന്ധു നദീതട സംസ്കാരമാണ്. നാലാമത്തെ ചോദ്യം, സുമേറിയയിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാതന നഗരം ഏത്? രവി, അക്കാദ്, ബാബിലോൺ, ഉർ. ഉത്തരം ഉറാണ്. അഞ്ചാമത്തെ ചോദ്യം, സുമേറിയക്കാർ സിന്ധു നദീതട ജനതയെ വിളിച്ചിരുന്ന പേര്? മെലൂഹ, സുമേർ, അക്കാദ്, ഹാരപ്പൻ. ഉത്തരം മെലൂഹയാണ്. ആറാമത്തെ ചോദ്യം, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? കാൽഡിയൻ, സുമേറിയൻ, അസേറിയൻ, ഹാരപ്പ. ഉത്തരം ഹാരപ്പയാണ്. ഹാരപ്പ സംസ്കാരം മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിനെ കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ആര്? ചാൾസ് മേഴ്സൺ, റാവു, ജോഷി, ജോൺ മാർഷൽ. ഉത്തരം ജോൺ മാർഷലാണ്. എട്ടാമത്തെ ചോദ്യം, പരിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്തിലെ പുരാതന ലിപി? ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, ചിത്രലിപി, ബ്രഹ്മി. ഉത്തരം ഹൈറോഗ്ലിഫിക്സ് ആണ്. പരിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്തിലെ പുരാതന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഒൻപതാമത്തെ ചോദ്യം, ഏത് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ നിലനിന്നിരുന്നത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ്, സിന്ധു ബ്രഹ്മപുത്ര, നൈൽ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നൈൽ. ഉത്തരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് ആണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം നിലനിന്നിരുന്നത്. പത്താമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഭീമാകാരമായ ശില്പം അറിയപ്പെട്ടിരുന്ന പേര്? ഉർ, ഗിസ, ഫറവോ, സ്ഫിങ്സ്. ഉത്തരം സ്ഫിങ്സ് ആണ്. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഭീമാകാരമായ ശില്പം ഏതാണ്? സ്ഫിങ്സ് ആണ്. 11ാമത്തെ ചോദ്യം, നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെട്ടിരുന്ന പുരാതന സംസ്കാരം? ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം.
ഉത്തരം ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരം. 12ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത എന്താണ്? നഗരാസൂത്രണം, കൃഷി, കല, മതാനുഷ്ഠാനം. ഉത്തരം നഗരാസൂത്രണമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത. 13ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ മഹാസ്നാനഘട്ടം കണ്ടെത്തിയ സ്ഥലം? രൂപാർ, ചാൻഹുദാരോ, മോഹൻജദാരോ, കാളിബംഗൻ. ഉത്തരം മോഹൻജദാരോയാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ മഹാസ്നാനഘട്ടം കണ്ടെത്തിയത്. 14ാമത്തെ ചോദ്യം, ഹാരപ്പ കണ്ടെത്തിയ ചരിത്ര ഗവേഷകൻ ആര്? നെയ്യാറാം സാഹ്നി, സാഹി റാവു, ജാഷി, ജോൺ മാർഷൽ. ഉത്തരം ദയാറാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയ ചരിത്ര ഗവേഷകൻ. 15ാമത്തെ ചോദ്യം, ഏത് നദിയിൽ അനുഭവപ്പെട്ട വരൾച്ചയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്? ഖഗ്ഗർ ഹക്ര, നൈൽ, യൂഫ്രട്ടീസ്, നർമ്മദ. ഉത്തരം ഖഗ്ഗർ ഹക്ര നദിയിൽ അനുഭവപ്പെട്ട വരൾച്ചയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. 16ാമത്തെ ചോദ്യം, ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ആര്? ഷാംപൊലിയോതു, സിഡിയറ്റ്സ്, ഹെറോഡോട്ടസ്, അരിസ്റ്റോട്ടിൽ. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഷംപൊലിയോതു ആണ്. 17ാമത്തെ ചോദ്യം, ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്? ഊർ, കുഫു, ഗിസ, ലഗാഷ്. ഉത്തരം ഗിസയാണ് ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്. 18ാമത്തെ ചോദ്യം, കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്ന നിയമസംഹിത തയ്യാറാക്കിയ ഹമ്മുറാബി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം. ഉത്തരം ബാബിലോണിയൻ സംസ്കാരമാണ്. 19ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത്? ജോൺ മാർഷൽ, റോമില താപ്പർ, ഡ്യൂറണ്ട്, റാവു. ഉത്തരം ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത്. 20ാമത്തെ ചോദ്യം, സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം? പരമശിവൻ, മാതൃദേവത, പശുപതി, ബ്രഹ്മാവ്. ഉത്തരം പശുപതിയാണ്. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം പശുപതിയാണ്. 21ാമത്തെ ചോദ്യം, സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവം? മാതൃദേവത, പാർവതി, സരസ്വതി, ദുർഗാദേവി. ഉത്തരം മാതൃദേവതയാണ് സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവം. 22ാമത്തെ ചോദ്യം, ഇന്തോളജി ഇന്ത്യയുടെ ചരിത്രം, പാരമ്പര്യം, ഭാഷ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണമാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ നമുക്കൊരു ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. ഇന്തോളജി എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രം, പാരമ്പര്യം, ഭാഷ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണത്തെ പറയുന്ന പേരാണ് ഇന്തോളജി. ഇന്തോളജിയുടെ പിതാവ് ആരെന്നാണ് ചോദ്യം? ജോൺ മാർഷൽ, ജാഷി, സർ വില്യം ജോൺസ്, ഘോഷ്. ഉത്തരം സർ വില്യം ജോൺസ് ആണ്. ഇന്തോളജിയുടെ പിതാവ് സർ വില്യം ജോൺസ്. 23ാമത്തെ ചോദ്യം, സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് മറവ് ചെയ്തതിന് തെളിവ് ലഭിച്ച സ്ഥലം? ലോത്തൽ, ദയാമാബാദ്, ചാൻഹുദാരോ, മോഹൻജദാരോ.
ഉത്തരം ലോത്തലാണ്. ലോത്തലിൽ നിന്നാണ് സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് മറവ് ചെയ്തതിന് തെളിവ് ലഭിച്ച സ്ഥലം. 24ാമത്തെ ചോദ്യം. തീപിടുത്തത്തെ തുടർന്ന് നശിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. കോട്ജി, മോഹൻജദാരോ, ലോത്തൽ, റാങ്പൂർ. ഉത്തരം കോട്ജിയാണ്. കോട്ജിയാണ് തീപിടുത്തത്തെ തുടർന്ന് നശിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. 25ാമത്തെ ചോദ്യം. ഒട്ടകത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏത്? ചാൻഹുദാരോ, രൂപാർ, മോഹൻജദാരോ, കാലിബംഗൻ. ഉത്തരം കാലിബംഗനാണ്. കാലിബംഗനിൽ നിന്നാണ് ഒട്ടകത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. 26ാമത്തെ ചോദ്യം. കോട്ടയില്ലാത്ത ഹാരപ്പൻ സംസ്കാര കേന്ദ്രം. ചാൻഹുദാരോ, മോഹൻജദാരോ, ലോത്തൽ, റങ്പൂർ. ഉത്തരം ചാൻഹുദാരോ ആണ്. കോട്ടയില്ലാത്ത ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ചാൻഹുദാരോയാണ്. 27ാമത്തെ ചോദ്യം. ഹാരപ്പൻ ജനതയുടെ എഴുത്തുലിപി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ക്യൂണിഫോം, ഹൈറോഗ്ലിഫിക്സ്, ബ്രഹ്മി, ചിത്രലിപി. ഉത്തരം ചിത്രലിപിയാണ്. ഹരപ്പൻ ജനതയുടെ എഴുത്തുലിപി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചിത്രലിപി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 28ാമത്തെ ചോദ്യം. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം. കാള, ആന, കുതിര, സിംഹം. ഉത്തരം കാളയാണ്. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാളയാണ്. ഇനി അടുത്ത് 29ാമത്തെ ചോദ്യം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം. 1861, 1869, 1681, 1789. ഉത്തരം 1861. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 30ാമത്തെ ചോദ്യം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. അലക്സാണ്ടർ കണ്ണിങ്ഹാം, റാവു, ജോഷി, ജോൺ മാർഷൽ. ഉത്തരം അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം, റാവു, റോമില താപ്പർ, ജാഷി. ഉത്തരം അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ്. 32ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ. റിപ്പൺ, ലിറ്റൺ, ഡെൽഹൌസി, കാനിങ് പ്രഭു. ഉത്തരം കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. 33ാമത്തെ ചോദ്യം. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം. മോഹൻജദാരോ, ചാൻഹുദാരോ, ലാത്തൽ, രംഗ്പൂർ. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മോഹൻജദാരോ. 34ാമത്തെ ചോദ്യം. പാകിസ്ഥാനിലെ ലാർഖാന കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം. മോഹൻജദാരോ, ചാൻഹുദാരോ, രൂപാർ, കാലിബംഗൻ. ഉത്തരം മോഹൻജദാരോയാണ്. പാകിസ്ഥാനിലെ ലാർഖാനയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. 35ാമത്തെ ചോദ്യം. ഗുജറാത്തിലെ ബോഗ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. ലോത്തൽ, കാലിബംഗൻ, മോഹൻജദാരോ, ചാൻഹുദാരോ.
ഉത്തരം ലോത്തലാണ്. ഗുജറാത്തിലെ ബോഗ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ലോത്തലാണ്. 36ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന തുറമുഖം ലോത്തൽ, ചാൻഹുദാരോ, രൂപാർ, കാലിബംഗൻ. ഉത്തരം ലോത്തലാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന തുറമുഖം ലോത്തലാണ്. 37ാമത്തെ ചോദ്യം. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം മഹാനദി, നർമ്മദ, സിന്ധു, ടൈഗ്രീസ്. ഉത്തരം സിന്ധു ആണ്. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യയുടെ പൗരാണിക സംസ്കാരം എന്നറിയപ്പെടുന്നത്. സോ ഇവിടെ വരുന്ന ഉത്തരം സിന്ധു ആണ്. 38ാമത്തെ ചോദ്യം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം സ്വർണം, ഇരുമ്പ്, ഓട്, ചെമ്പ്. ഉത്തരം ചെമ്പാണ്. 39ാമത്തെ ചോദ്യം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഉത്തരം ചെമ്പാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതുമായ ലോഹം ഏതാണ്? ചെമ്പാണ്. 40ാമത്തെ ചോദ്യം. സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹം ഏതായിരുന്നു? ചെമ്പ്, ഇരുമ്പ്, ഓട്, സ്വർണം. ഉത്തരം ചെമ്പാണ്. 41ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയ സ്ഥലം ദയാമാബാദ്, മോഹൻജദാരോ, ചാൻഹുദാരോ, ലോത്തൽ. ഉത്തരം മോഹൻജദാരോയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജദാരോ. 42ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയ സ്ഥലം ദയാമാബാദ്, ലോത്തൽ, ചാൻഹുദാരോ, മോഹൻജദാരോ. ഉത്തരം മോഹൻജദാരോയാണ്. ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയ സ്ഥലം മോഹൻജദാരോയാണ്. 43ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി കുളിക്കടവ് കണ്ടെത്തിയ സ്ഥലം രംഗ്പൂർ, ചാൻഹുദാരോ, ഹാരപ്പ, മോഹൻജദാരോ. ഉത്തരം മോഹൻജദാരോയാണ്. കുളിക്കടവ് കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. 44ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി മാതൃദേവതയുടെ പ്രതിമ കണ്ടെത്തിയ സ്ഥലം ചാൻഹുദാരോ, കാലിബംഗൻ, മോഹൻജദാരോ, രംഗ്പൂർ. മാതൃദേവതയുടെ പ്രതിമ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് രംഗ്പൂർ. 45ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉഴവുചാൽ പാടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഹാരപ്പ, കാലിബംഗൻ, മോഹൻജദാരോ, ചാൻഹുദാരോ. ഉത്തരം കാലിബംഗനാണ്. കാലിബംഗനിലാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉഴവുചാൽ പാടങ്ങൾ കണ്ടെത്തിയ സ്ഥലം. 46ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത മഴു കണ്ടെത്തിയ സ്ഥലം രൂപാർ, മോഹൻജദാരോ, ലോത്തൽ, ദയാമാബാദ്. ഉത്തരം രൂപാറാണ്. രൂപാറിലാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത മഴു കണ്ടെത്തിയ സ്ഥലം. 47ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത ആന കണ്ടെത്തിയ സ്ഥലം കാലിബംഗൻ, ദയാമാബാദ്, മോഹൻജദാരോ, ചാൻഹുദാരോ. ഉത്തരം ദയാമാബാദാണ്. ദയാമാബാദിലാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത ആന കണ്ടെത്തിയ സ്ഥലം. 48ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത രഥം കണ്ടെത്തിയ സ്ഥലം
ദയാമാബാദ്, കാലിബംഗൻ, മോഹൻജദാരോ, ചാൻഹുദാരോ. ഉത്തരം ദയാമാബാദാണ്. ദയാമാബാദിലാണ് സിന്ധു നദീ സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത രഥം കണ്ടെത്തിയത്. 49ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരം? ഹാരപ്പ, കാലിബംഗൻ, മോഹൻജദാരോ, ചാൻഹുദാരോ. ഉത്തരം ചാൻഹുദാരോയാണ്. ചാൻഹുദാരോയാണ് ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരം. 50ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം? ഗുജറാത്ത്, തമിഴ്നാട്, ബീഹാർ, പഞ്ചാബ്. ഉത്തരം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? കണ്ടെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ 50 ചോദ്യങ്ങൾ. ഈ 50 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്കിന് ശരി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ്സുകളുമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന. താങ്ക് യു ഓൾ.